ട്രിവാൻഡ്രത്ത് ഒരു ഹിഡൻ സ്പോട്ടായ മിനി ഗുണ കേവിലാണ് കേട്ടാ. കമോൺ. ഹലോ പുതിയൊരു വീഡിയോ സ്വന്തം ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഹിഡൻ സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതെവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു ഹിഡൻ സ്പോട്ടായ ഗുണ കേവാണ്. ട്രിവാൻഡ്രത്ത് ഒരു മിനി ഗുണ കേവ് പോലത്തെ ഒരു സെറ്റപ്പാണ്. ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് പോകാൻ പോകണം. നമ്മൾ കുറച്ച് പയ്യന്മാരായിട്ടാണ് ഇന്ന് പോകാൻ പോകണമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇൻട്രോ നമ്മളിപ്പോൾ എന്തായാലും സെറ്റ് ആക്കണം. അത് പെട്ടെന്നിരുന്ന് പ്ലാൻ ചെയ്ത് പോയതാണ്. ആ ഒരു സ്ഥലത്ത് പോകാൻ പോണ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോണത്. ജസ്റ്റ് ഒരു ചെറിയൊരു ഗുണ കേവ് സെറ്റപ്പ്. നമ്മൾ ഈ ഒരു സ്പോട്ടിന് അടുത്തുള്ള ഒരു ഏറെക്കുറെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും. കുറച്ച് ദിവസം മുമ്പാണ് ഈ ഒരു റീല് കണ്ടിട്ട് പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ കൂട്ടുകാരും നമ്മളെ പയ്യന്മാരെല്ലാവരും ഇവിടെ നമ്മുടെ അടുത്തുള്ള പയ്യന്മാരെല്ലാവരും കൂടെ നമ്മൾ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോയതാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇൻട്രോ ഒന്നും എടുത്തില്ല. നമ്മളിന്ന് പോകാൻ പോണത് ബൈക്കിലല്ല കേട്ടോ, നമ്മൾ കാറിനകത്താണ്. നമ്മുടെ R15 നമ്മൾ വീണ്ടും എടുത്ത് ഉപയോഗിച്ച് തുടങ്ങി. സംഭവം വന്നിട്ട് സുഹൃത്ത് അവന്റെ മറ്റേ നീല R15 വന്നിട്ട് അവൻ എടുത്തോണ്ട് കേട്ടോ. അവൻ വീട്ടിൽ ഇവിടെ ലീവിന് വന്ന് അപ്പൊ വണ്ടി അവൻ വന്ന് എടുത്തോണ്ട് അവൻ ഈ ഇത് വണ്ടി കണ്ടോറിനെ 2 വണ്ടി കണ്ടപ്പോൾ പറഞ്ഞത് അവന് പെയിന്റ് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സ്റ്റിക്കർ വർക്ക് അവൻ ഉദ്ദേശിച്ച കണക്ക് വന്നില്ല എന്നുള്ള ഇതാണ് പറഞ്ഞത് വണ്ടിക്കകത്ത്. പക്ഷെ ബാക്കിയുള്ളത് അവന് പെയിന്റ് വർക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അമ്മാതിരി ക്ലിയർ ആയിട്ടുള്ള പെയിന്റ് ആണ് ഇതിനകത്ത് അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റോക്ക് വണ്ടിയിൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു രീതിക്കാണ് പൊക്ക പെയിന്റ് വർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അതാണ് സംഭവം. പിന്നെ നമ്മുടെ വയലിൻ്റെ ഇവിടെ നമ്മൾ വന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്, ഇൻട്രോ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അടിപൊളി ഒരു വീഡിയോ ആണ്. ഇങ്ങനത്തെ ഹിഡൻ സ്പോട്ടുകളൊക്കെ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഹിഡൻ സ്പോട്ടുകൾ നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് നമ്മളിങ്ങനെ കുറേശ്ശെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ വീഡിയോകൾ എന്തായാലും നമ്മൾ സെറ്റ് ആകാം കേട്ടോ. ഇനി പറഞ്ഞ വീഡിയോകളൊക്കെ കുറച്ചൊക്കെ ട്രാവൽ വീഡിയോ, ബൈക്ക്, ട്രാവൽ ലൈഫ് സ്റ്റൈൽ ഇങ്ങനത്തെ വീഡിയോ നമ്മൾ ഇടുന്നത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മൾ സെറ്റ് ആക്കാം. അപ്പോൾ വേറെ ഒന്നും പറയില്ല, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ലാഗ് അടിപ്പിക്കുന്നൊന്നുമില്ല, നേരെ നമ്മുടെ വീഡിയോയിലോട്ടോ. നമ്മുടെ ഈ ചെറുപടിയിൽ പോകുന്ന നമ്മുടെ ചാനൽ ഇതൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ബെല്ലൈക്കൺ അപ്പോൾ തന്നെ നമ്മളൊരു ഓഡിഷനെ ചേരുന്നതാണ്. നമ്മൾ പോവാം. ഗുണാക്കേവ് പോലെ ഉണ്ടാവോ കണ്ടാ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. ഫോട്ടോയും വീഡിയോ കണ്ടപ്പോൾ ഏകദേശം എവിടെയൊക്കെ ചെറിയ രീതിയിലൊക്കെ അവിടെ തോന്നുന്നു. എന്തായാലും പോയി നോക്കാം അല്ലേ. നമ്മളിവിടെ ഒരു പയ്യൻ്റെ വീട്ടിൽ വന്നിക്കാണ് കേട്ടോ. നമ്മൾ കാറിൽ പോകാൻ പോകണം. രണ്ടിവിടെ കാറിവിടെ കിടപ്പുണ്ട്. കൈസ് പയ്യന്മാരൊക്കെ ഇവിടെ ഉണ്ട്. കാറിൽ പോകാൻ പോകണം. 2 വണ്ടി ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പയ്യെ പോവാം. നമ്മൾ ഇതിൽ പോകാൻ പോകണം. വണ്ടി പഠിക്കാറാമോ? അറിഞ്ഞൂടെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നല്ലേ. വണ്ടി ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. പേടിയൊന്നുമില്ലല്ലോ. ക്യാമറമാൻ സ്നൈപ്പറിനോടൊപ്പം ശശാങ്കൻ. ഓടിയാൻ കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. അവിടെ ഇൻഡിക്കേറ്റർ ഇട സൈഡാണല്ലേ പറഞ്ഞ. മറ്റോ മരുന്ന് പോകണം. ഇട സൈഡില് വാവളന്താമാര് വണ്ടി കൊണ്ട് നിർത്തിക്കുന്നുണ്ടോ. റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുകയാണ്. എന്റെ ബാക്കിയതുണ്ടോ ക്യാമറ വയ്ക്കുന്നത് കണ്ട. റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുന്നു. ലാസർ ഇവിടേക്കാണ്. ഇതുണ്ട് വാവളെന്താ നോക്കിയിരിക്കുന്നത്. ചിരിച്ചിരിച്ചിരിക്കുന്നു. വാടാ കേക്കൂലല്ലേ. ലാസർ ഫ്രണ്ടിൽ കയറാൻ വേണ്ടി പയ്യൻ മാറി കൊടുത്തു. ലാസർ മീൻസ് നമ്മുടെ എല്ലാം മോന്ത കാണിച്ചോളൂ. എവിടെ പോണെന്ന് ചോദിച്ചാൽ സ്ഥലം പറയാൻ പറ്റില്ല, പുറത്തു പറയാൻ പറ്റാത്ത സ്ഥലമാണ് അല്ലേ. അതെ ഗൈസ്, നമ്മളിന്ന് പോണത് ട്രിവാൻഡ്രത്തെ ഒരു ഹിഡൻ സ്പോട്ടായ ഗുണ കേവിലോട്ടാണ്. ഗൈസ്, നമ്മൾ വണ്ടി ഇതുകൊണ്ട് അവിടെ വഴിയിൽ ഒതുക്കി വിട്ടു. കണ്ടോ, ഒതുക്കി വിട്ടിട്ട് ബാച്ചായിട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കുറേ പേരുണ്ട്. ഇവിടെ അടുത്തുള്ളവരൊക്കെ നോക്കണം കേട്ടോ. ഇതൊരു ഹിഡൻ സ്പോട്ട് ആയതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് വന്നപ്പോൾ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി നോക്കണം. ഇതെന്താ പാട്, ഒരു കൂട്ടം പയ്യന്മാരിറങ്ങി പോകണം. ഇത് നിങ്ങൾക്ക് വരാത്ത സ്ഥലമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മലവെല്ലാം വന്ന് വീണ ലിനുണ്ണൻ ഉണ്ട്, ഞാനുണ്ട്, ബെന്നുണ്ട്, നോക്കോട്ടർ ഉണ്ട്, ബാക്കി എല്ലാരും ഉണ്ട്. ഒരു കാട് റൂട്ട് വഴി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ബാക്കിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിൽ നിന്നുണ്ട്. പൈസ അങ്ങനെ നമ്മൾ പാറയുടെ ഒരു സൈഡിലെത്തി. ഇവിടെ എന്താണ്ടൊക്കെയാ സീനുകളുണ്ടെന്ന് പറയണായിട്ട്. ഇതൊക്കെ അമ്മരവിടേക്കിന് ആരണ്ട് തോന്നുന്നു താഴെ വിളിച്ച്. അപ്പോൾ അങ്ങോട്ട് 2 പയ്യന്മാർ പോയി കേട്ടോ. സംഭവം എന്തിനാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി.
അപ്പൊ ഞാനില്ലേനും നമ്മള് വഴി തേടി പോയിക്കൊണ്ടിരിക്കുക. സീനാണോ? വാവ്, എന്താണ്ടാ ഒരു സ്പോട്ട്, ഒരു പാറ തോണ്ടിരിക്കുന്നു. ചെറുക്കന്മാർക്ക് നമ്മള് പുതിയ വഴി കണ്ടെത്തി കൊടുത്ത് മരം വഴി നമ്മൾ ഇറങ്ങി. അതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കേട്ടാ. കിടിലൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ കിടിലൻ സ്പോട്ട്. ട്രിവാൻഡ്രത്തുള്ള ഒരു ചൂട്, വെയിലിന്റെ ചൂടുണ്ട്. വാവ്, അടിപൊളി. കിണ്ണം കാച്ചിയ സ്ഥലം. ഇഷ്ടംപോലെ പാമ്പുണ്ട്. ബാക്കി പറ. ശരിയും പാമ്പുണ്ട്, അതുകൊണ്ട് തട്ടി തട്ടി പോകണം. പാണ്ഡവന്മാർ എന്താ ഐതിഹ്യമുണ്ട്, ഈ കല്ലിലൊക്കെ പടം വരച്ച് വെച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പറയടേ, നിന്നോട് പറഞ്ഞ കാര്യം പറ. പാണ്ഡവന്മാര് പണ്ട് വരച്ചു വെച്ച പടമൊക്കെ കല്ലിലുണ്ട്. പണ്ട് പാണ്ഡവന്മാര് യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് വിശ്രമിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്ന് ഹൈഡ് ചെയ്തിരുന്നിട്ടുണ്ടോ സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഓരോന്നോരോന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കൂടെ. ചാടിക്കോ ചെരുപ്പ്. ചാടാ അങ്ങോട്ട്, വലിച്ചിട, അവര് എറിഞ്ഞള്ളിടാ. ഭയങ്കര എസ്തറ്റിക് സെറ്റപ്പിൽ വന്നാണ് ഇങ്ങോട്ടേക്ക്. ബാഗി പാൻറ്റൊക്കെ ഇട്ട് തൂങ്ങിയിരിക്കുന്ന തവളായിക്കും പോലെ. ഇവിടെ മൈനർ ഇവൻ ആരെങ്കിലും എടുത്തിറക്ക്. വഴി വയ്ക്കും, ലരു ഇറങ്ങും. കണ്ടോ, വഴി കാണിച്ചു കൊടുക്കിട്ട്. ഇഷ്ടം പോലെ പാമ്പൊക്കെ ഉള്ള ഏരിയ ആണെന്ന് പറഞ്ഞ കേട്ടോ ഇവിടെ. കണ്ടോ, ഇതുവഴിയാണ് നമ്മൾ പോവാനുള്ളത്. ഇത് ഒട്ടറയല്ല, വവ്വാല് തൂറിയത് ഒട്ടറയെന്ന് റബ്ബറിന്റെ മാകാത്തലേ. ഒന്നിനടുത്ത് ഇറക്കിയിട്ടുണ്ട്. അടുത്ത് രാജുഭായ്. അവന് കാല് നല്ല നീളമുണ്ട്, വിഷയമില്ല. ഇതാണ് രാജുഭായിയുടെ മോൻ. അല്ലോ, ചാടിക്കോ. സേഫ് ലാൻഡിങ്. അത് നീളമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. വഴിയുണ്ടാ, ഇതാണ് വാഴിക്കകത്തൂടെയാണ് പോകാനുള്ളത്. അടിപൊളി സ്പോട്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇതുവഴി ഇങ്ങനെ കയറി അതിൻ്റെ അടിയിൽ കൂടെയാണ് ഇങ്ങനെ വന്നത്. ഇനി ഈ വാഴിക്കകത്തൂടെ പോകണം. ഇതൊക്കെ ഒരുത്തം വരെ ഇഴഞ്ഞു പോകണം. അതെ, നമ്മൾ ഇതുവഴി മേളിൽ നിന്ന് നമ്മളെ വിളിച്ച് താഴെ ചാടിച്ച് ചുമ്മാ മരത്തലയന്മാര് ഇവിടെ. ട്രിവാൻഡ്രത്ത് ഇങ്ങനൊരു സ്പോട്ട് അടിപൊളി കേട്ടാ. കണ്ടാ, പോട്ട് അടിപൊളി. നല്ല തണുപ്പുണ്ട് കേട്ടോ പാറയുടെ ഇടയിൽ അല്ലേ. പോട്ട് എന്തിനാണ് വെറുതെ കയറിയത്? ഇതൊക്കെ ടൈം പാസ് അല്ലേ. ഈ നമ്മൾ വന്ന വഴി വയ്ക്കണം. അതിന്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങ് വന്നത്. അതിനകത്തൂടെ പോവാ. അതിനകത്തൂടെ കണ്ട അവിടെ തലയിൽ കൂടെ പാറ കല്ല് വീഴാൻ നോക്കണം. എന്റെ മോനെ, ഇങ്ങോട്ടൊക്കെ ഇതിനൊക്കെ മാറുന്നു കേട്ടാ. മൂത്രോ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ട് നമ്മൾ ചാടിയതാണ്. റീല് കണ്ട ആ ഒരു ഫൈനൽ സ്പോട്ടിൽ നമ്മൾ എത്തുകയാണ്. അമ്മേ, ഇതുവഴിയൊക്കെ വലിഞ്ഞു കയറണം. ഇതാണ് ആ ഫൈനൽ സ്പോട്ട്. ഇതൊന്ന് കണ്ടു. അമ്മേ, ഓലെ വാവ്. രണ്ടു മൂന്ന് വഴി കിടക്കണം. ഇവിടെ കൂടെ ഇതുണ്ട്, അവിടെ കൂടെ ഇതുണ്ട്, അവിടെ കൂടെ ഇവിടെ പണ്ട് പാണ്ഡവന്മാർ ഇവിടെ വന്ന് ബോർ അടിച്ചിരുന്ന് കാണും കേട്ടോ. ഫോണൊന്നും ഇല്ലാതെ റീല് പോലും കാണാൻ പറ്റൂല അവന്മാർക്ക്. റേഞ്ചില്ലല്ലേ. ഹിഡൻ സ്പോട്ട്. അതെ, അടിപൊളിയല്ലേ? അടിപൊളി. ഒരു കോട കൂടെ കിട്ടണമായിരുന്നു ഇവിടെ. എഡിറ്റ് ചെയ്ത് വരുത്താം. കോട നമുക്ക് എഡിറ്റ് ചെയ്ത് വരുത്താം. പണ്ട് അവർക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു തോന്നുന്നു. ഇംഗ്ലീഷിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. അറബിയാണല്ലേ. പാണ്ഡവന്മാര് പണ്ട് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങോട്ട് കാണി എന്റെ അണ്ണാക്കി പിടിച്ചോണ്ടിരിക്കുക. പാണ്ഡവ എഴുതിയതാ. കോളേജ് മേറ്റിന് എഴുതിയതാ. ഐ ലവ് യു. പണ്ഡിതനാണെന്ന് തോന്നുന്നു പാണ്ഡവൻ. ഫോട്ടോ എടുക്കാം. സെറ്റാണ് ഗായ്സ്. മേളിലോട്ട് നോക്കൂ ഗായ്സ്. മേളിലോട്ട്
കണ്ടോ ഗൈസ്? കണ്ടൂടാ മൊത്തം വെട്ടം. വെട്ടം. ഇതാണ് ഇവിടുത്തെ വെട്ടപ്പാറ ഗൈസ്. ഗൈസ് ഇവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തോട്ടോ. അടിപൊളി സ്ഥലം കണ്ടാ. മേളിൽ നിന്ന് വെട്ടവും പറഞ്ഞുണ്ട് ഇവിടെ. അത് അടിപൊളി. പിന്നെ കുറേ വൗ വരുന്നുണ്ട് അവിടെ നിങ്ങളുടെ അങ്ങനെ അങ്ങനെ തെക്ക് വടങ്ങനെ പറക്കണം. പോവാം. ഇനി മേളിലോട്ട് കുറച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോകണോ എന്തോ അറിയാൻ വയ്യ. അതാണ് സ്പോട്ട്. അതുവഴി നമ്മളിങ്ങനെ കയറി തണ്ടി ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടും വഴി കാണുന്നുണ്ട്, അങ്ങോട്ടും ചെറിയ നേരെ വഴികൾ കാണുന്നുണ്ട്. ഭയം വരുന്നുണ്ട് അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. നമ്മളോട്ട് കയറാം. അയ്യോ എല്ലാരും ഒരുമിച്ച് കയറല്ലേ? ചെറിയ പാറയാണ്, നമ്മൾ അഡ്വഞ്ചർ ആയിട്ടുള്ള വഴിയെ പോവാന്നുള്ള പ്ലാനിലാണ്. കണ്ടാ ഇത് വഴിയാണ് കയറി എവിടെയൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ വന്ന വഴിയാണ് അവന്മാർ തൂങ്ങി കയറണത്. ഈ ഗ്രിപ്പ് പോലത്തെ സാധനത്തിൽ പിടിച്ചോ, അതിൽ പിടിച്ച് കയറാം. അങ്ങനെ ചവിട്ടി കയറി അതിൽ പിടിച്ച് കയറേ. അതൊക്കെ നമ്മള് പറഞ്ഞേരെ. അടിപൊളി. ആ പറ. ഓരോന്നേരം തുറന്ന് വന്നോണ്ടിരിക്കുന്ന അടി. ഇനിയും വരാനുണ്ട്. മൈനറിനെ കയറ്റി വിട്. പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഇതിപ്പോ ഉണ്ടാക്കിയതാ. വീണ്ടും കയറി. ഇതായി താഴെ പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടൂല. ക്ലെയിം കിട്ടൂല. ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? അവിടെ നമ്മൾ ഈ കാണുന്ന പാറ, അത് ഈ പടുകൂട്ടം പാറയുടെ മേളിൽ കയറി പോകാൻ പോണം. നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ അവിടെ കൂടെ വന്നത്. നമുക്ക് എല്ലാം അവിടെ ഇരിക്കുന്നു. ലെനുവും ഒരുത്തനും കൂടെ ഇതുണ്ട് അങ്ങോട്ടേക്ക്. ഇനി വഴിയെന്ന് പറയാനില്ല, നമ്മൾ വഴി ഉണ്ടാക്കി പോകണം പാറയുടെ മേളിൽ കൂടെ. ഈ മലയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ ബോഡി തിരിച്ചെടുക്കേണ്ടി വരും വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. അപ്പം അതുകൊണ്ട് നമ്മൾ പാതി വഴി കണ്ട, അതിവിടെ പാതി വഴി വരെ കയറിയിട്ട് ഇനി തിരിച്ചിറങ്ങാൻ പോകണം കേട്ടോ. ഗായ്സ് ആ പാറയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ കയറാൻ പറ്റില്ല. ഏകദേശം അതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലേ എന്നാ ആശ്വസിക്കുക. അതുകൊണ്ട് നമ്മളിവിടെ ഒരു പാറയുടെ മേളിൽ കയറി ചെറിയ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വെയിലുണ്ട്, ചെറിയൊരു ചൂടുണ്ട്. മുട്ടം വെയിലായിരുന്നു. ഇവിടെ തള്ളുണ്ട്, കുഴപ്പമില്ല. ഗൈസ് ഓരോന്നായിട്ട് ഈ പാറയുടെ മേളിൽ നിന്ന് ഇറങ്ങിയാട്ടോ. ഇവിടെ വെയിലടിച്ചു തുടങ്ങി. നമ്മൾ രാവിലെ വന്നതാണ്. പിന്നെ ഇനി എന്തായാലും ഇപ്പം 12 മണി കഴിഞ്ഞു. അപ്പം വെയിൽ നല്ല പ്ലച്ചൻ അടിച്ചു തുടങ്ങി. അപ്പോൾ അതെന്തായാലും നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് ഓർത്ത് കണ്ടാ. ഇവിടെ കൂടെയൊക്കെയാണ് ഇത് ഈ വള്ളിയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പാറയുടെ മേളിൽ കയറി വന്നത്. ചുമ്മാ കുറച്ച് നേരം ഇരിക്കാമെന്ന് വരച്ച് വന്നത്. അപ്പോൾ ഇനി എന്തായാലും നൈസിൽ നമ്മൾ താഴോട്ടിറങ്ങാണ്. ഓക്കെ, പയ്യന്മാർക്ക് ഇതുകൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗൈസ് നമ്മൾ ഈ പാറയുടെ താഴെ ഇങ്ങനെ സേഫായിട്ട് ഇറങ്ങി കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു ഷെഡുണ്ട്. പയ്യന്മാർ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ ഫോൺ നമ്പറൊക്കെ അവിടെ എഴുതി വാങ്ങി കേട്ടോ. എന്നാൽ സംസാരിച്ച് അവിടെ തിരിച്ചു പോകുമ്പോൾ അവിടെ കണ്ടിട്ട് പോകാൻ പറഞ്ഞു. കാരണം നമ്മൾ തിരിച്ചു പോയെന്നുകൂടെ അവർക്ക് അറിയണ്ടേ. എന്തായാലും റിസ്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ പോവാല്ലേ? വാവ്. ഗൈസ് അവസാനം ചെറിയൊരു നീരുറവിന്ന് മുഖവും കഴുകിയിട്ട് ഇവിടെ പോവുകയാണ് അല്ലേ? അതെ അതെ. ഊറ്റുവെള്ളത്തിന്റെ ചെറിയൊരു ഇതുണ്ട്. അതാ വെള്ളം നല്ല തണുപ്പുണ്ട്. അടിപൊളി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ സ്പോട്ട് നമ്മൾ പറയാത്തത് ഒരുപാട് ഡേഞ്ചറാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിലേക്കകത്തും പറയണുണ്ട്. അപ്പം അതുകൊണ്ടിട്ടാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇനി ആരും വല്ല അപകടത്തിൽപ്പെടണ്ടെന്ന് ഓർത്തിട്ട് ഒരുപാട് വേറെ എന്തോ വള്ളിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ, പോലീസൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ ഒരു സ്പോട്ടിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് പറയാത്തത്. അറിയാവുന്നവരും അവിടെ അടുത്തുള്ളവരൊക്കെ നിങ്ങൾ പൊക്കോ, ധൈര്യമായിട്ട് സേഫായിട്ട് നിങ്ങൾ സേഫായിട്ടൊക്കെ പൊക്കോ. പക്ഷേ നിങ്ങൾ ആരും പോണതിൽ വിരോധമൊന്നുമില്ല, പോണതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇനി പോയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവസാനം പറയും ഇതെല്ലാം അവൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് പറയും. അവസാനം ആൾക്കാരൊക്കെ എൻ്റെ വീട്ടിൽ വരും. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു സംഭവം വേണ്ട. എന്തായാലും പോണവർ, അടുത്തുള്ളവരൊക്കെ പോണവർ സേഫായിട്ട് പോയിട്ടോ, അത്രേ ഉള്ളൂ പറയാൻ. കണ്ടുപിടിച്ച് പോണവർ പോട്ടെ, അത്രേ ഉള്ളൂ. ഒന്നും വിചാരിക്കരുത്. ഇത് സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ആ ഒരു സ്പോട്ട് എന്തായാലും പറയാതെ, വേറെ ഒന്നും പറയാല്ല. ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. അപ്പോൾ അടുത്തൊരു ബൈക്ക് ട്രാവൽ ലൈഫ് സ്റ്റൈൽ വീഡിയോ ആയിട്ട് എന്തായാലും നമുക്ക് കാണാം. ഇതിലേതെങ്കിലും ഒരു വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് കാണാം. ഇന്ന വീഡിയോകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോകളെല്ലാം കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തൊരു കാണുന്ന ബൈ.